ഹായ് എവ്രിവൺ, ഞാൻ ഡോക്ടർ സഞ്ജന വി ബി. ആദ്യം തന്നെ നമുക്ക് നോക്കാം ഈ ഡോപ്പമൈൻ എന്താണെന്ന്. ഡോപ്പമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു മോട്ടിവേഷൻ നമുക്ക് തരുന്ന, നമുക്കൊരു ഡിസയർ ഉണ്ടാക്കുന്ന, പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്ത് തീർത്തിട്ട് നമുക്ക് റിവാർഡ് കിട്ടണം എന്നൊരു ഡിസയർ ഉണ്ടാക്കുകയും അതിലൂടെ നമ്മളെ അതിനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നൊരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഡോപ്പമൈൻ. ഡോപ്പമൈൻ നമുക്ക് തരുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് ഹാപ്പിനെസ് ആണ്, ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. നമ്മൾ എന്തെങ്കിലും ഒരു ടാസ്ക് അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം അത് ഷോർട്ട് ലാസ്റ്റിംഗ് ആണ്, ലോങ് ലാസ്റ്റിംഗ് അല്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു സന്തോഷം കിട്ടുന്ന ഈ ഡോപ്പമൈൻ കാരണമാണ്. നമ്മൾ ഒരു സ്വീറ്റ് കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടില്ലേ, അതും ഈ ഡോപ്പമൈൻ കാരണമാണ്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ നമ്മളെ ഈ ഡോപ്പമൈൻ കാരണം കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പെട്ടെന്ന് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അതാണ് ഈ ഡോപ്പമൈൻ്റെ സർജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡോപ്പമൈൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററാണ് അതിന് കാരണം. പക്ഷേ നമ്മളൊരു ലോങ് ലാസ്റ്റിംഗ് പ്രോജക്റ്റ് അല്ലെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കുറേ കാലമായിട്ടൊരു ഗോൾ സെറ്റ് ചെയ്ത് നമ്മൾ ഒരു ടാസ്ക് അച്ചീവ് ചെയ്യാണ്, നമുക്ക് അതിലൂടെ സന്തോഷം കിട്ടുകയാണെങ്കിൽ അതിന് നമുക്ക് കാരണമാകുന്നത് സെറോട്ടോണിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. അതാണ് രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. പെട്ടെന്ന് തന്നെ ഒരു ടാസ്ക് അച്ചീവ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് റിവാർഡ് കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ലേ, അതിന് കാരണം ഡോപ്പമൈനാണ്. ഡോപ്പമൈൻ അങ്ങനെ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. അപ്പം ഡോപ്പമൈൻ ഉണ്ടെങ്കിൽ നമുക്കൊരു ഗുണമുണ്ട് ഇതിനെക്കൊണ്ട്. നമ്മൾ മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരു മോട്ടിവേഷൻ കിട്ടുകയും നമുക്കൊരു ഇൻറ്റൻസ് ഡിസയർ വന്ന് നമുക്ക് ആ ഒരു ടാസ്ക് അച്ചീവ് ചെയ്യുവാൻ സാധിക്കുകയും ചെയ്യും. പക്ഷേ ഡോപ്പമൈൻ എന്ന വസ്തു ഉണ്ടാക്കി തരുന്ന സന്തോഷം വളരെ കുറഞ്ഞ നേരത്തേക്കാണ്. അതിന് നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ട്. നമുക്ക് ഈ ഒരു ഡോപ്പമൈൻ സർജ് ഉണ്ടായി നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നത് ചിലപ്പോൾ നല്ല കാര്യങ്ങൾ കൊണ്ടാവും, ചിലപ്പോൾ ശരീരത്തിന് ദോഷകരമായ കാര്യങ്ങൾ ചെയ്തിട്ടാകാം. അപ്പോൾ അത് നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത് നമുക്ക് എങ്ങനത്തെ ഡോപ്പമൈൻ സർജാണ് ഉണ്ടാവുന്നത്, എങ്ങനത്തെ സന്തോഷമാണ് കിട്ടുന്നതെന്ന്. അപ്പോൾ ഡോപ്പമൈൻ ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു ഗ്രാറ്റിഫിക്കേഷൻ, ഒരു സംതൃപ്തിയൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ഡോപ്പമൈൻ ആവശ്യവുമുണ്ട്. ഡോപ്പമൈനും സെറോട്ടോണിനും നമുക്ക് ഒരുപോലെ ആവശ്യമുള്ള രണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ്. അപ്പോൾ ന്യൂറോണുകൾ തമ്മിൽ ആശയവിനിമയം നടത്തുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഡോപ്പമൈൻ കുറഞ്ഞു പോയാൽ പല പ്രശ്നങ്ങളുണ്ട്. നമ്മൾ വളരെയധികം ഡിപ്രസ്ഡ്, സാഡായിട്ട് കാണും. സെറോട്ടോണിനും അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ സാഡ്നെസ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് പാർക്കിൻസൺസ് ഡിസീസ് പോലുള്ള അസുഖങ്ങളിലാണ്. അതതിൻ്റെ ഏറ്റവും പീക്കിലുള്ള അവസ്ഥയാണ്. ഒരുതരം ഇൻഡിഫറൻസ് വരും. അപ്പോൾ ഡോപ്പമൈൻ കുറഞ്ഞാൽ നമ്മൾ വളരെ ഡല്ലായിരിക്കും. ഡോപ്പമൈൻ കൂടുതലാവുമ്പോഴാണ് നമുക്ക് വളരെയധികം ഹാപ്പിനെസ് കിട്ടുന്നത്. ഒരു റിവാർഡ് കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം, അതാണ് ഡോപ്പമൈൻ. അപ്പോൾ ഡോപ്പമൈൻ്റെ ഒരു അളവ് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ബ്രെയിനിൽ എങ്ങനെ കൂട്ടാം എന്നുള്ള കാര്യങ്ങളും ഇന്ന് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡോപ്പമൈൻ സർജ് നമുക്കുണ്ടാവുന്നത് ഒരു ടാസ്ക് ഫിനിഷ് ചെയ്ത് നമുക്കൊരു റിവാർഡ് കിട്ടുമ്പോൾ തന്നെയാണ്. അപ്പോൾ മറ്റൊന്ന് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴാണ്, മറ്റൊന്ന് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴാണ്, മറ്റൊന്ന് കൃത്യമായ ഉറക്കം നമുക്ക് ലഭിക്കുമ്പോഴാണ്. അപ്പോൾ മെഡിറ്റേഷൻ, എക്സസൈസ്, ഉറക്കം ഇവർ മൂന്നും ഡോപ്പമൈൻ്റെ ലെവൽ നമ്മുടെ ബ്രെയിനിൽ, നമ്മുടെ ശരീരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെയധികം ആവശ്യമാണ്. ന്യൂറോണുകളാണ് ഈ ഡോപ്പമൈൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബ്രെയിനിൽ പ്രത്യേകിച്ചും അപ്പോൾ ഡോപ്പമൈൻ്റെ അഭാവം നമ്മളെ വളരെയധികം ഡൾ, മൂഡി ഒക്കെ ആക്കും. ഡോപ്പമൈൻ ചില ഭക്ഷണം കഴിച്ചാലും നമുക്ക് ഡോപ്പമൈൻ സർജ് ഉണ്ടാവും. അങ്ങനത്തെ ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായും നോൺ വെജ് സോഴ്സസ് ആണ്. പിന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം ഉണ്ട്. എങ്കിലും ഫിഷ്, ചിക്കൻ, എഗ് ഇവയെല്ലാം ഡോപ്പമൈൻ സർജ് ഉണ്ടാക്കിത്തരുന്ന ഭക്ഷണങ്ങളാണ്. ജനറലി നട്ട്സ് ആൻഡ് സീഡ്സ് ഓൾസോ. അപ്പോൾ നട്ട്സ് ആൻഡ് സീഡ്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലെ നമുക്ക് ഭക്ഷണത്തിൽ ഫിഷ്, ചിക്കൻ തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഡോപ്പമൈൻസ് ജനറലി ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആണ് ഡോപ്പമൈൻ കൂടാനാണെങ്കിലും സെറോട്ടോണിൻ കൂടാനാണെങ്കിലും ഒക്കെ വേണ്ടത്. പക്ഷേ ഡോപ്പമൈനിന് വേറൊരു പ്രത്യേകത കൂടെയുണ്ട്. ഡോപ്പമൈൻ നമ്മളുടെ ഈ ഒരു ഇൻസ്റ്റൻറ്റ് ഹാപ്പിനെസ് മാത്രമല്ല നമുക്ക് ഉണ്ടാക്കിത്തരുന്നത്, നമ്മുടെ ബോഡിയുടെ കൃത്യമായ ചലനങ്ങൾക്ക്, കോർഡിനേറ്റഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റിനും ഈ ഡോപ്പമൈൻ ആവശ്യമാണ്. ഇപ്പോൾ ഡോപ്പമൈൻ കുറയുന്നൊരവസ്ഥയാണ് പാർക്കിൻസോണിസം. പാർക്കിൻസോണിസം നമ്മുടെ ശരീരത്തിലെ മസിലിൻ്റെ ഇൻകോർഡിനേഷന് കാരണമാവാറുണ്ട്. അപ്പോൾ പിൽ റോളിംഗ് ട്രെമർ, കയ്യിലിങ്ങനെ വിറച്ചുകൊണ്ടേയിരിക്കുന്നത്, അതാണ് പിൽ റോളിംഗ് ട്രെമർ. അതുപോലെ തന്നെ
നടക്കുമ്പോൾ ബാലൻസ് കിട്ടാത്ത അവസ്ഥ, പെട്ടെന്ന് ഒരു ഫെസ്റ്റിനൻ്റ് ഗെയിറ്റ്, മുന്നോട്ടാഞ്ഞു വീഴുന്ന പോലത്തെ ഒരു നടത്തമൊക്കെ നമുക്ക് പാർക്കിൻസോണിസം ഉള്ള രോഗികളിൽ കാണാൻ പറ്റും. അപ്പോൾ ഡോപ്പമൈൻ വെറും ഒരു മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന് മാത്രമുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ല, നമ്മുടെ മസിൽസിൻ്റെ ശരിയായ പ്രവർത്തനത്തിനും ഡോപ്പമൈൻ ആവശ്യമാണ്. ഡോപ്പമൈൻ കുറയുന്ന മറ്റൊരു അവസ്ഥയാണ് സ്കിസോഫ്രീനിയ. സ്കിസോഫ്രീനിയയിൽ പ്രധാനമായിട്ടും അത് ഡിപ്രഷൻ, അത് ഇൻഡിഫറൻസ്, അതുപോലെ തന്നെ മുഖത്തെ എക്സ്പ്രഷൻ വരാത്തൊരവസ്ഥ, അങ്ങനെയൊക്കെ ഉള്ളൊരു മാനസിക രോഗത്തിൻ്റെ അങ്ങേ അറ്റമാണ് സ്കിസോഫ്രീനിയ. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് ഡോപ്പമൈൻ കുറയുന്നതുകൊണ്ടാണ്. അപ്പോൾ ഡോപ്പമൈൻ നോർമൽ ലെവൽ 30 പൈക്കോഗ്രാം ആണ്, അതിന് താഴെയാണ് നോർമൽ ലെവലുള്ളത്. അപ്പോൾ ഡോപ്പമൈൻ ഒരു ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിൽ വേണ്ടുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. ന്യൂറോണുകൾ തമ്മിൽ ഒരു സിഗ്നൽസ് കാണാൻ സഹായിക്കുന്ന, അതിലൂടെ മനുഷ്യ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുവാൻ സഹായിക്കുന്ന വസ്തുക്കളെയാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്. ബ്രെയിനിൻ്റെ പ്രോഡക്റ്റാണ്. ബ്രെയിൻ മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ സെറോട്ടോണിലേക്ക് പോകുമ്പോൾ നമുക്കത് മനസ്സിലാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഡോപ്പമൈനെ കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്.